എന്താ ഈ നാറ്റം? അയ്യേ, എന്താണോ ഇത്? ഇതാ, ഇത് നമുക്കുള്ള ശാപ്പാട്. എന്താ വേണ്ടേ? അതല്ല ഈ നാറ്റം. നാറ്റോ? എവിടെ? ഹായ്, ഇത് നാറ്റല്ല, നല്ല മണല്ലേ, ഉണക്കമീൻ പൊരിക്കുന്ന മണം. താഴെ എന്നാ? എടോ, ആ പെണ്ണ് മനഃപൂർവ്വം ചെയ്യുന്ന എന്നെ ഉപദ്രവിക്കാൻ. താൻ പോയത് ചോദിച്ചേ. ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ അത് നാണക്കേടല്ലേ സ്വാമി? തന്നോട് അവിടെ പോയി ഞണ്ണാൻ ചോദിക്കാനല്ല പറഞ്ഞത്. ഞാനേ ഒരു ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്ന. ഈ ജാതി മണമൊന്നും ഇങ്ങോട്ട് വരാൻ പാടില്ല. അതിന് മണത്തിനോട് പോയി പറയാൻ പറ്റുമോ? മണമേ, ഇവിടെ ഒരു ബ്രാഹ്മണൻ താമസിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരരുത്, അങ്ങോട്ട് പോകുമല്ലോ. തന്നോട് ഞാൻ പറയുന്നത്. സ്വാമിക്ക് ഈ മണം പിടിക്കില്ലെങ്കിലേ സ്വാമി ജനലും വാതിലൊക്കെ അടച്ചിട്ട് ഇവിടെ ഇരിക്കും. അല്ലാതെ വെറുതെ എന്തിനാ അവരായിട്ട് വഴക്കുണ്ടാക്കണേ? വാ, നമുക്ക് ആഹാരം കഴിക്കാം. അന്ന് ഞാൻ പറഞ്ഞില്ലേ സ്വാമിക്ക് ഈ പണി പറ്റില്ല എന്ന്. എന്തെന്ന് പറഞ്ഞിട്ട് കമ്പനി നമ്മളെ ഇങ്ങോട്ട് അയച്ചത് ഇവിടെയുള്ളവരുടെയൊക്കെ സ്നേഹം സമ്പാദിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണ് സ്നേഹിക്കാൻ വന്നിട്ട് അത് സമ്പാദിക്കാൻ സ്വാമിക്ക് പറ്റുന്നുണ്ടോ? മതിയടോ വിളമ്പിയത്. എന്റെ സ്വാമിക്ക് വേണ്ടേ? അല്ല, ഉപദേശം വിളമ്പിയത് മതിയെന്ന് താഴെ എടുത്തു വെച്ചേ. ആ, ഇത് സ്വാമിയുടെ കറി, ഇത് എന്റെ കറി. അത് തനിക്കൊരു കറി, എനിക്കൊരു കറി. സ്വാമിക്ക് സാമ്പാറ്, പുളിശ്ശേരി, എലിശ്ശേരി, പപ്പടം. എനിക്ക് ചിക്കൻ കറി. എന്ത് ചിക്കൻ കറി? ചിക്കൻ കറിയാ? ആ, എണിക്കണോ? എന്താ എണിക്കണോ? എന്തിന്? തന്നോട് ആരാ പറഞ്ഞ കണ്ട ജന്തുക്കളെ കൊന്നതും വേവിച്ചതും ഒക്കെ വാങ്ങിച്ചോണ്ട് ഇതിനകത്ത് വരാൻ? സ്വാമി ഇത് എനിക്ക് തിന്നാൻ വേണ്ടി ശവം തിന്ന് വിശപ്പടക്കണ്ട. കൊണ്ടുകളയാണോ? എന്ത് കൊണ്ടുകളയാൻ? എങ്ങനെ? എന്തെന്നാണ്? പിടിച്ചു വലിക്കരുത് സ്വാമി, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞേക്ക്. കളയടോ, കുളിമുറി. കുളിമുറി എവിടെ? കുളിമുറി. ഈ വീട്ടിലൊരു സ്ഥാനം കളയാൻ പോലും സ്ഥലം ഞാൻ പറഞ്ഞത്. എവിടേക്ക്? ഞാൻ ചോറ് കേട്ട് വരാന്ന്. ഞാൻ പിടിച്ചു വലിക്കരുതെന്ന് പറഞ്ഞു. എവിടേക്ക് വലിക്കലെന്നെ? സ്വാമി, ഞാൻ പറയണത് കേക്ക്. ഇത് ഞാൻ കൊതി കൊണ്ട് മേടിച്ചതാ, ഇന്നത്തോടെ ലാസ്റ്റ്. ഇനി ഞാൻ മേടിക്കില്ല. സ്വാമിയാണ് സത്യം. മതിയടോ, കുറെ നാളായില്ലേ പട്ടി തിന്നാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും മനുഷ്യന് തിന്നേണ്ട തിന്ന് ജീവിക്ക്. അതെ, ഇതൊരു ചിക്കൻ കറിയാണ്. ഇതൊന്നും ഞാൻ കഴിക്കില്ല, ഈ ആളും കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. ആരാ പറയണേ? നിങ്ങൾ എടുത്തോ. ഞാൻ വിടില്ല. പോയി. അയ്യോ, ഉണ്ണി, ഉണ്ണി. എന്താമ്മേ ദേ നോക്കിയേ, നിനക്ക് വേണ്ടി സ്വാമി മേടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്താന്ന്? ചിക്കൻ കറി. ഇയാളെ കോളനിക്കാരൊന്നും കൊല്ലേണ്ടി വരില്ല. സാമ്പാറിൽ വിഷം കലക്കി ഞാൻ തന്നെ കൊല്ലും. നോക്കിക്കോ ജോസഫേ. ഇയാൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ച? ഞാൻ ദേ വരുന്നു സ്വാമി. എന്താ? മനുഷ്യൻ തിന്നണതൊക്കെ പട്ടി തിന്നു, പട്ടി തിന്നണതൊക്കെ മനുഷ്യൻ തിന്നു. സമാധാനമില്ല. തിന്നോ തൈരും സാമ്പാറും പപ്പടവും. വിശപ്പ് കൂടുതലെങ്കിൽ സാമിനും കൂടി തിന്നണ നായിന്റെ പോലെ. ഇതാണ് പോട്ടെ. താരെന്തോടെ കിടന്ന് കുരയ്ക്കുന്നത്? എടോ, ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്ന് വെച്ചാൽ ആരും മരിച്ചൊന്നും പോവില്ലടോ. തകർന്ന് ഉറങ്ങാമോ? ഉറങ്ങണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളൂ കേട്ടോ. എവിടെ പോയി? എന്താ? അതെ, ചോറ് ഇരിപ്പുണ്ടോ? കുറച്ച് ചോറ് എടുക്കാൻ. അയ്യോ ഇല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ ചിക്കൻ കറി കിട്ടിയത് കൊണ്ട് ചോറ് ഞങ്ങൾക്കും കൂടി തരുന്നില്ല. ആണോ? അപ്പൊ കഞ്ഞിവെള്ളം ഉണ്ടാവല്ലോ, അതായാലും മതി. അതും ഇല്ലല്ലോ, പശുവിന്റെ പാത്രത്തിൽ ഒഴിച്ചു പോയി. അതിപ്പോ പശു കുടിച്ചിട്ടുണ്ടാവോ? പിന്നെ ഒഴിക്കേണ്ട താമസം, അപ്പൊ തന്നെ അത് കുടിച്ചു കാണും. എന്താ? ഏയ് ഒന്നുമില്ല, ചോറ് മേടിച്ചോണ്ട് വന്നത് മുഴുവൻ ആ പട്ടി തിന്നു. അയ്യോ, എന്തിനാ വെറുതെ സ്വാമിയെ പട്ടിന്നൊക്കെ വിളിക്കണേ? അത് പട്ടിയല്ലല്ലോ, പശു അല്ലേ. ഇത് ശരിക്കും പട്ടി. അയ്യോ, എന്നിട്ടെന്താ? കിടന്ന് തുറക്കം വരണ്ടേ? എന്റെ വയറ് കത്തിയാണ്. അതെ, അല്ലെങ്കിൽ കുട്ടിക്കൊരു സഹായം ചെയ്തു തരാൻ പറ്റുമോ? എന്താ? ഒരു പാട്ട് പാടി തരാൻ പറ്റുമോ? ഒരു താരാട്ട് പാട്ട്. അതും കേട്ട് കിടന്ന് ഉറങ്ങാലോന്ന് വെച്ചിട്ടാ. ജോസഫേ, എന്തോടത്? കേട്ടൂടെ പാട്ട്? ഒരു നേരം പാട്ട് കേട്ടൂന്ന് വെച്ച് ചത്തൊന്നും പോവില്ല സ്വാമി. കിടന്നുറങ്ങാൻ നോക്ക്. ഇത് പാട്ടല്ല, ഇതിന്റെ പേര് വേറെയാ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ വിശന്നിട്ട് കിടക്കാൻ പറ്റുന്നില്ല. അതിനിടെ അവിടെ ഒടുക്കത്തെ ഒരു പാട്ടും.
ഇവിടെ ഞങ്ങൾ മനുഷ്യരാണ് താമസിക്കുന്നത്, അല്ലാതെ മൃഗങ്ങളൊന്നും അല്ല. ഒരെല്ലാ റീച്ചോടെ ഇറങ്ങിയിരിക്കുന്നു. എന്താ സ്വാമി? എന്താ എന്താ പ്രശ്നം? അതെ, രാത്രി കിടക്കാൻ പോകുമ്പോഴാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത്. ആഹാ, അത്രേ ഉള്ളോ? എടി ഉണ്ണി, നീ എങ്ങനത്തെ പാട്ടാ പാടിയേ? ഒരു നല്ല പാട്ട് അങ്ങോട്ട് പാടിക്കൊടുത്തേ, സ്വാമി അത് കേട്ട് കിടന്നുറങ്ങട്ടെ. ഇപ്പൊ പാട് സ്വാമി. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमाधिकम् റേഡിയോ കുടിച്ചിട്ട് ഇയാളെ എവിടേക്ക് പോയേ? उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. ഈ സ്വാമി എന്തായി കാണിക്കണേ? കാലത്ത് എഴുന്നേറ്റ് ഡ്രോയിങ് പഠിക്കണ? उत्तिष्ठ कमलाकान्ता त्रैलोक्यं मङ्गलं कुरु. എന്തിനാ ഓഫ് ചെയ്തേ? ഓഫ് ഒന്നും ചെയ്തില്ല, ഇത്തിരി ഒച്ച കുറച്ചേ ഉള്ളൂ. ദൈവത്തിനാണെങ്കിലും കിടക്കപ്പുറത്ത് കൊടുക്കണ്ടേ? കാലത്ത് എഴുന്നേറ്റ സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ? അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ. ഇത്ര ഫെയിലാണോ ഇറങ്ങി വരുന്നേ? അതെ, ഇന്നലെ രാത്രി ആഹാരമൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങിയപ്പോ ഇത്തിരി സ്പീഡ് കൂടി പോയി. എന്താ പേടിച്ചാ? എഴുന്നേറ്റ് പോണോ അവിടുന്ന്? എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് മാറ്റേ. കുട്ടി, ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ. മോളിൽ പോയിട്ട് എടുത്തുകൊണ്ടുവരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മുഖത്തിരിക്കണത്? എവിടെ? ദേഹിരിക്കണ ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ? ദൈവമേ, എവിടുന്ന്? സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവില്ലാത്തവരോ കാണിക്കുന്നത്? അയ്യടാ, ഇളിക്കുന്നോടി കോരം കത്തി നിന്റെ. ആരടി അവൻ? അവൻ ആരാണെന്ന് നീ പറയണ്ട. അവനെ കൊണ്ട് എന്നെ പറയിപ്പിച്ചോളാം. മാറി ഇല്ല, മാറാനാ പറഞ്ഞത്? മാറാൻ പറഞ്ഞില്ല. ആണുങ്ങളില്ലാത്ത ഒറ്റക്കാരി താമസിച്ചിരിക്കുന്നത്, അതും പ്രായപൂർത്തിയായ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനെ ഇവിടെ ഇറക്കി വിട്ടോണം. ഇറക്കി വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യടാ? എന്ത് ചെയ്യുന്നോ? ഞാൻ കാണിച്ചു തരാം. ആ താങ്കിനോട് ഇരുമിനോട് ചെന്ന് കാണിക്ക്. അവര് പറഞ്ഞിട്ടാ ഞാനോട് താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ മനുഷ്യത്തിനല്ല. ചെല്ലടാ, ചെല്ല്, ചെന്ന് അവരെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കേ അറക്കേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചു തരാം. താൻ റാവുത്തരാജ് ഓണോ കൂടെ പറ്റ അവിടെ താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ, നിനക്ക് വേണ്ട കാശ് അവൻ കൃത്യമായി തന്നോളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട. മര്യാദക്കാരോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്നത് എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? ആ, എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. ഇന്റെ അവോ,
നീ അല്ലാടാ അവനോട് കൊണ്ടുവന്നത്? പറയണം, ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? ആരും പറഞ്ഞിട്ടല്ല കുത്താ. നിങ്ങൾ മൂന്നാള് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമിയെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചത്? ഇപ്പതേ നോക്കി ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. ഇരുമ്പേ, നീ ഇത് ഇടപെടുന്നത്. ഇത് എന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണോ? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? പോടാ. ദേ നിങ്ങളൊക്കെ കേൾക്കണം, ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനാ ഞാനിവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. കഥ വേറെ റൂട്ടിലേക്കല്ലോ പോണത് സ്വാമി. വല്ലോടത്തും ഏതോടത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നു. റാവുത്തേ, ഞാൻ റാവുത്തോട് കൂടെ പറയാ, മര്യാദക്ക് അവിടെ ഇറങ്ങി വിട്ടോണം. ഇല്ലേ അവന്റെ അവളും ഈ കോളനി വീഴും. ഓടാ, പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. ഓടാ, എല്ലാരും പോടാ. നോക്കിക്കാ പോയാ. ഓടാ. മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികളെ നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തിറക്കോ? എന്നവൻ ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്നെ കാലിയാ വെട്ടിയെറിയും. സ്വാമി സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ, നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ശൗമി, നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ച ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം.